ആത്മാവിലും വിശുദ്ധിയിലും വേർപെട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന് കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ പാത്രത്തിന് യോഗ്യരായി തീരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് കടന്നു വന്ന ദൈവമക്കളെ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടുന്നത് ബാലൻ്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, കർത്താവ് അതിനെ ഒന്ന് വാഴ്ത്തി സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം ഭക്ഷിച്ച് മിച്ചം വരുവാൻ എടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് തന്ന ഈ 17 വാക്യങ്ങൾ ദൈവം നമുക്ക് അനുഗ്രഹിച്ചും ഹാല്യാസ്തുതം വാഴ്ത്തി നൽകുമാറാകട്ടെ. നമുക്ക് മാത്രമല്ല, ഒരു മിച്ചം ഇതിൽ നിന്നെടുത്ത് സഭയുടെ ശൂന്യതകളിലേക്ക് കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് നടത്തട്ടെ. ഹാല്യാസ്തുതം. ദാനിയേലിനൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അല്ല, കർത്താവേ, നിന്റെ നിത്യശൂന്യതയിലേക്ക്, നിന്റെ ആലയത്തിലേക്ക് നീ കാലടി വെക്കണമേ എന്ന്. എന്നിട്ട് പറഞ്ഞു, യഹോവയെ കേൾക്കണമേ, ചെവിചായ്ക്കണമേ, ഉത്തരം അരുളേണമേ. എന്തിനാണ്? ശൂന്യതയിലേക്ക് കാലടി വെക്കുവാൻ ഒരു ഉത്തരം അരുളേണമേ. ഇന്ന് പകൽക്കാലം അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യതയിൽ കർത്താവിൻ്റെ കാലടി വെക്കേണ്ടതിന്, കർത്താവ് നമ്മുടെ കൂടെ വരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവത്തോട് യാചിക്കാം. ഇന്ന് പകൽക്കാലം അനേകരുടെ ഹൃദയം അധർമ്മം പെരുകുന്നത് കൊണ്ട് തണുത്തു പോകുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അധർമ്മമാണ്, അനീതിയാണ്. ഇതുകൊണ്ട് നമ്മുടെ ഹൃദയം പലപ്പോഴും തണുത്തു പോകുന്ന അനുഭവം, ദൈവത്തോടുള്ള എരിവ് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം. ഇതിൽ നിന്ന് ശലോമോൻ പറഞ്ഞ ഒരു വാക്കിങ്ങനെയാണ്: ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷ തൽക്ഷണം നടക്കാത്തത് കൊണ്ട് മനുഷ്യൻ തെറ്റ് ചെയ്യാൻ ധൈര്യപ്പെടുന്നു. ഈ തെറ്റ് ചെയ്യാൻ ധൈര്യപ്പെടുന്നതാണ് മറ്റുള്ളവർക്ക് മനം തണുത്തു പോകുന്നത്. ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, എന്നിട്ടും ദൈവമേ, ഞാൻ അധർമ്മത്തിനകത്തകായി, ഇതിനെന്താണ് ഒരു പരിഹാരം, എന്താണ് ഒരു വിടുതൽ എന്ന് ദൈവത്തോട് ചോദിക്കാനല്ലാതെ മറ്റൊന്നിനും നമുക്ക് കഴിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പലപ്പോഴും യെഹെസ്കേലിൻ്റെ ജീവിതം ചിന്തിച്ചു പോയിട്ടുണ്ട്. ദൈവം പറഞ്ഞു യെഹെസ്കേലിനോട്, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ കാവൽക്കാരനാക്കി വെച്ചു എന്ന്. എന്നിട്ട് ദൈവം പറഞ്ഞു, 90 ചുടുകല്ലെടുത്ത് യെരുശലേമിനെ ഹാല്യാസ്തോത്രം ഭൂപടം ആക്കി വെക്കുക. എന്നിട്ട് ഈ 90 ചുടുകല്ല് വെച്ചതിൻ്റെ അകത്ത് നീ കയറി കിടന്നുകൊള്ളണം. അപ്പൊ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു കിടക്കാനുള്ള സാഹചര്യം യെഹെസ്കേലിനില്ല. യെഹെസ്കേലിനോട് പറഞ്ഞു, ഒരു സൈഡ് ചരിഞ്ഞു കിടക്കണം, എന്നിട്ട് ഞാൻ നിനക്ക് അളന്നു തരുന്ന അപ്പം നീ കഴിക്കണം, അളന്നു തരുന്ന വെള്ളം നീ കുടിക്കണം. കർത്താവേ, ഇതെല്ലാം കഷ്ടത അനുഭവിക്കാൻ എനിക്കെന്താണ്? ഞാൻ ആഗ്രഹത്തിന്റെ കാവൽക്കാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് ഞാനാണ്, നിന്നെ ഞാൻ ഒരു അടയാളമാക്കി അവർക്ക് വെക്കുന്നു. നീ കുടിക്കാത്തത് അവർക്കൊരടയാളം, നീ അനുഭവിക്കുന്ന കഷ്ടത അവർക്കൊരടയാളം, നീ അനുഭവിക്കുന്ന പീഡന അവർക്കൊരടയാളം. ഇന്ന് പലതും മറ്റുള്ളവർക്കൊരടയാളമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹൃദയം തണുത്തു പോകരുത്. കർത്താവിന് വേണ്ടി എരിവുള്ളവരായി തീരുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് സങ്കീർത്തനത്തിലെ ചില കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കാം. ഇവിടെ ഒരു വരന്റെയും ഒരു വധുവിൻ്റെയും വിവാഹം നടക്കുകയാണ്. ഇത് മിക്കവാറും നമ്മൾ വിവാഹ ശുശ്രൂഷയ്ക്ക് പാടുന്ന ഒരു പാട്ടാണ്. ഇപ്പൊ പുതിയ നിയമ ശുശ്രൂഷ മാത്രം മതിയെന്ന് പറഞ്ഞു വന്നപ്പോൾ ഇപ്പോൾ വിവാഹ ശുശ്രൂഷയ്ക്ക് പാടുന്ന ഒരു വാക്യമുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 13 മൊത്തം വാക്യങ്ങൾ പാട്. 45-ാം സങ്കീർത്തനത്തിന് പകരം
പുതിയ ന്യൂ ജനറേഷൻ പാസ്റ്റേഴ്സുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. സ്നേഹം അതിനെക്കുറിച്ച് ഇവിടെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഉത്തമനായിരിക്കുന്ന ഒരു വരനും ഉത്തമയാകാത്ത ഒരു വധുവും തമ്മിലുള്ള വിവാഹത്തെ കാണിക്കുന്നു. ഈ വിവാഹം ഏത് വിവാഹമാണെന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ പറയുന്നത് ക്രിസ്തുവും സഭയെയും കുറിച്ചത്രേ. എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 32-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് എങ്ങനെയാണ് പറയുന്നത്? ഒന്ന് വായിച്ചേ. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അപ്പൊ ഇനിയൊരു വിവാഹമുണ്ട്. ആ വിവാഹം എന്ന് പറയുന്നത് ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ സഭയെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള വിവാഹം. ആ വിവാഹത്തിൽ വരന്റെ യോഗ്യതകൾ എന്ത്, വധുവിന്റെ യോഗ്യതയാകാനുണ്ടായ കാരണമെന്ത്, ഇത് നമ്മൾ അറിയണം. ഈ സങ്കീർത്തനം ശരിക്കും ആഹാബ് രാജാവും ഇസബേലും തമ്മിലുള്ള വിവാഹ സമയത്ത് ഇസ്രായേൽ മക്കൾ പാടിയ പാട്ടെന്നാണ് വേദപണ്ഡിതാക്കൾ പറയുന്നത്. ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന ആഹാബ് ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവത്തോട് യാചിക്കാനും ദൈവിക വഴികളിൽ നടക്കുവാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജാവ്. ഇസബേൽ എന്ന് പറയുന്ന സീതോന്യ മുള്ള, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന മുള്ള, ഈ മുള്ളിൽ നിന്ന് ഒരു വധുവിനെ തിരഞ്ഞെടുക്കുകയാണ്. ഈ തിരഞ്ഞെടുക്കുന്ന സമയം ഇസ്രായേൽ മക്കൾ അത്ഭുതത്തോടെ പാടി ഹല്ലേലൂയ സ്തോത്രം. ഇതെങ്ങനെ നടന്നു? ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത വിവാഹം, ഇതെങ്ങനെ നടന്നു? ഇതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം, ഇസബേല് ആഹാബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആഹാബിന്റെ ജീവിതം ആത്മീയനായി മാറുകയല്ല ചെയ്തത്, ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്യാനിടയായി. ഇതുപോലെ ദൈവസഭയിൽ കടന്നു വരുന്ന ഒരു ദൈവമക്കളും ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങളല്ല, ദൈവത്തിന്റെ ഇഷ്ടമായ കാര്യങ്ങൾ ചെയ്ത് നല്ല മണവാട്ടികളായി മാറി ക്രിസ്തുവിന്റെ മണവാട്ടികളായി മാറാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കേണ്ടതിനാണ് ഈ സങ്കീർത്തനം രചിക്കപ്പെട്ടത്. ഇന്ന് പകൽക്കാലം നല്ല വരന്റെ യോഗ്യത ആദ്യത്തെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു 1-ാം വാക്യം തൊട്ട് 7-ാം വാക്യം വരെ ഒന്ന് വായിച്ചേ. 1, വരന്റെ 1-ാമത്തെ യോഗ്യത, ശുഭവചനത്താൽ തന്റെ ഹൃദയം നിറഞ്ഞ് കവിയുന്നു. എന്താ ശുഭവചനം? കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, യോഹന്നാൻ 7:17 വാക്യം വായിക്കുമ്പോൾ, എനിക്ക് സ്വയമായിട്ടൊന്നും പറയാൻ കഴിയില്ല, എന്നെ അയച്ചവൻ പറയുന്ന കാര്യം മാത്രമേ എനിക്ക്. അപ്പൊ നമ്മൾ സ്വയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാത്തവനാണ് വരൻ. ദൈവിക പദ്ധതിക്ക് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തവനാണ് വരൻ. ദൈവം എന്തു പറയുന്നുവോ അതനുസരിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ് വരൻ. സ്വയമായിട്ടൊന്നും പറയാൻ അവന് ഒരു വ്യവസ്ഥയുമില്ല. പിതാവ് എന്ത് പറയുന്നുവോ അത് അനുസരിക്കണം. 8:28 വായിച്ച യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. നോക്കണമേ, മരിക്കുന്ന സമയത്തും നാട്ടുകാർ പറയണം അവ സ്വയമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ദൈവം എന്തു പറഞ്ഞുവോ അത് മാത്രം ചെയ്ത് ജീവിച്ചവനാണെന്ന് പറയുന്നവനാണ് വരൻ. സ്വയമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ദൈവം എന്തു പറഞ്ഞോ അത് അനുസരിച്ച് ജീവിച്ചവനാണ് വരൻ. ഇനി അടുത്ത സങ്കീർത്തനത്തിലേക്ക് 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ,
സമർത്ഥനായ ഒരു വ്യക്തി പറഞ്ഞു തരുന്നത് അതേപോലെ എഴുതുന്ന ഒരു ലേഖകൻ, സ്വയമായിട്ട് എഴുതുന്നതല്ല. ഒരു വ്യക്തി സമർത്ഥമായി എഴുതിയതിനെ പകർത്തി എഴുതുന്ന ഒരു ലേഖകൻ, വിശുദ്ധ തിരുവെഴുത്തുകളെ പകർത്തി എഴുതുന്ന ലേഖകൻ, 66 പുസ്തകങ്ങളെയും പകർത്തി എഴുതുന്ന ഒരു ലേഖകൻ, സമർത്ഥമായ ഒരു ലേഖകന്റെ എഴുത്തുകോൽ പോലെ ആയിരിക്കണം വരന്റെ നാവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വരന്റെ നാവ് അങ്ങനെയുള്ളതായിരിക്കണം. അടുത്ത, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ. അല്ല, ശൂനക്കാരത്തിയോട് ചോദിച്ചു, നിന്റെ പ്രിയൻ എന്താണ് വിശേഷത? ചോദിച്ചില്ലേ? നിന്റെ പ്രിയന ഇത്രയും ജാഗ്രതയോടെ അന്വേഷിക്കുന്നതിന് കാരണമായ നിന്റെ പ്രിയന് എന്താണ് പ്രത്യേകത? ആ പ്രത്യേകതയെ കുറിച്ച് ഉത്തമഗീതത്തിൽ തന്നെ 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, അവന്റെ കിടക്ക പച്ചയായിരിക്കും. അവൻ ഉറങ്ങാൻ പോകുന്നത് സമൃദ്ധിയിലായിരിക്കും, ദുഃഖത്തിലല്ല. അപ്പൊ വരന്റെ പ്രത്യേകത അല്ലെ, 23-ാം സങ്കീർത്തനം പറയുന്നു, ഞാൻ അവനെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക്. അപ്പൊ വരന്റെ പ്രത്യേകത ഉണ്ടോ? വധുവിനെ ആകുലപ്പെടുത്തുന്നവനല്ല വരൻ, വധുവിനെ പരിഭ്രമിപ്പിക്കുന്നവനല്ല വരൻ, വധുവിനെ ചിന്താകുലത്തിലാക്കുന്നവനല്ല വരൻ. അത് അവന്റെ കിടക്ക എപ്പോഴും പച്ചയായിരിക്കും. 2 ഉത്തമഗീതത്തിൽ തന്നെ 2-ാം അധ്യായം അതിന്റെ 2-3 വാക്യം വായിക്കുന്നത്, എന്റെ പ്രിയൻ താമരകളുടെ മുള്ളുകളുടെ ഇടയിൽ താമര പോലെ ഇരിക്കുന്നു. അടുത്ത വാക്യം, കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം. വധു എത്ര തന്നെ ഇടുങ്ങിയ അവസ്ഥയിലിരുന്നാലും, എത്ര തന്നെ വ്യാകുലപ്പെടുന്ന അവസ്ഥയിലിരുന്നാലും, നാരങ്ങ വെള്ളം കൊടുത്ത് തണുപ്പിക്കുന്ന ഒരു ഹൃദയം, ഒരു അനുഭവം വരനുണ്ടായിരിക്കണം. അല്ലെ, അതിന്റെ 5-ാം വാക്യം വായിക്കുന്നത്, നാരങ്ങ നീര് തന്ന് എന്നെ ശക്തീകരിക്കണം, ആല്യാസ തണുപ്പിക്കണം, തണുപ്പിപ്പിനെന്ന. അപ്പൊ നമ്മള് എത്ര തന്നെ ഒരു വധു ആകുലപ്പെട്ട് വന്നാലും, ഒരു വധു വ്യാകുലപ്പെട്ട് വരന്റെ അടുക്കൽ വന്നാലും, അവനെ തണുപ്പിക്കുന്ന, അവളെ തണുപ്പിക്കുന്ന സാന്ത്വനം വരന്റെ കയ്യിൽ നിന്ന് പുറപ്പെടണം. വരന്റെ യോഗ്യത കണ്ടോ? അല്ലാതെ ഹാല്യാസത വന്നു കയറിയ നീയാണടി ഇതിനെല്ലാം കാരണം, നീയാണ് എന്ന് പറഞ്ഞ് അവളെ തള്ളിക്കളയുന്ന ഒരു അനുഭവമല്ല വരന്. പ്രിയ ദൈവമക്കളെ, ഈ സങ്കീർത്തനം പഠിച്ചിട്ട് ഒരു വിവാഹം കഴിക്കാൻ പോയാൽ അവന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. വധുവിനെ വ്യാകുലപ്പെടുത്തുന്ന ഒരു സ്വഭാവമല്ല വരനുള്ളത്. അടുത്ത് പറയുന്നു, ഉത്തമഗീതം 2-ന്റെ 3-ാം വാക്യം, അതിമോദത്തോടെ, അതിസന്തോഷത്തോടെ, എത്ര പ്രതികൂലം വന്നാലും വരന്റെ അടുക്കൽ എത്തുമ്പോൾ വധു എങ്ങനെയാണ്? അതിസന്തോഷത്തോടെ എല്ലാം മറക്കുന്ന ഒരു അനുഭവം വധുവിനുണ്ടാകണം. തന്റെ 6 മണിയോ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സകല ആകുലങ്ങളും വ്യാകുലങ്ങളും മറന്ന് അവൾ സന്തോഷിക്കുന്ന ഒരു അനുഭവത്തിൽ എത്തുവാൻ വരന്റെ അടുക്കൽ വരുമ്പോൾ അവൾക്കുണ്ടാകണം. അതിമോദമുണ്ടാകണം, സന്തോഷമുണ്ടാകണം. ഇത് പണം കൊടുത്താൽ കിട്ടൂല. അതുകൊണ്ട് യെശയ്യാ പറഞ്ഞു, ദ്രവ്യമില്ലാതെ അപ്പവും വീഞ്ഞും വാങ്ങി കുടിക്കുന്ന അതിമോദത്തോടെ നിങ്ങൾ ഭക്ഷിച്ചോളാം. ഇത് പണം കൊടുത്താൽ കിട്ടുന്നതല്ല, സന്തോഷമല്ല, വരന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്.
സങ്കീർത്തനത്തിൽ പറയുന്നു, അവന്റെ ലാവണ്യ വാക്കുകൾ, ലാവണ്യം നിന്റെ ആദരത്തിലുണ്ടായിരുന്നു. ആക്കാ ഈ ഭൂമിയിൽ ലാവണ്യം ഉണ്ടായിരുന്നു ആദരത്തില്? കർത്താവിന്. അല്ലേ? യോഹന്നാൻ 4:22 വായിക്കും, ലൂക്കോസ് 4:22 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവന്റെ വായിൽ നിന്ന് ലാവണ്യത്തിന്റെ വാക്കുകൾ പുറപ്പെട്ടു. ലാവണ്യത്തിന്റെ വാക്കുകൾ പുറപ്പെട്ടു. ഈ പുറപ്പെടുന്നതിന്, ആ ലാവണ്യത്തിന്റെ വാക്കുകൾ നമ്മളിൽ നിന്ന് പുറപ്പെടണമെങ്കിൽ സ്വന്തം വിവേകത്തിൽ നമ്മൾ ഊന്നുന്നവർ ആകരുത്. ഒന്നാ, വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായ? വിശ്വസ്തത ഇല്ലെങ്കിൽ ലാവണ്യ വാക്ക് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടില്ല. വിശ്വസ്തത ഇല്ലാത്തത് കൊണ്ടാണ് ലാവണ്യ വാക്ക് പുറപ്പെടുന്നത് എന്നാണ് സദൃശ്യവാക്യം 3-ാം അധ്യായത്തിന്റെ 3-4 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. വിശ്വസ്തത ഉണ്ടാകണം. ഒരു വധുവിന് ചെയ്തു കൊടുക്കാനുള്ള എല്ലാ കാര്യാദികളും ചെയ്യുന്ന വരൻ ഒരിക്കലും വധുവിനോട് ചൂടാവൂല, കോപിക്കില്ല, ദേഷ്യപ്പെടില്ല. ഇത് ചെയ്തു കൊടുക്കാൻ കഴിയാത്തതിന്റെ മനപ്പീടയാണ് അവനെ കൊണ്ട് കോപിപ്പിക്കുന്നത്. എന്നാൽ എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് തുറന്ന് സമ്മതിക്കോ? ഏതെങ്കിലും ഒരു വരൻ സമ്മതിക്കോ? എടി, എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞില്ലടി എന്ന്. അവരെ കുറവ് അവരൊരിക്കലും എന്ത് ചെയ്യില്ല, പറയില്ല. അതുകൊണ്ട് കയറി വന്നോടനെ വധുവിന്റെ അടുത്ത് കയറി അങ്ങ്, കാര്യം അവരുടെ വിശ്വസ്തത അവർക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഈ ചൂടാവുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ലാവണ്യത്തോടെ സംസാരിക്കണമെങ്കിൽ സദൃശവാക്യം 22:11 നോക്കണമേ. എന്തിഷ്ടപ്പെടണം? പുറമേയുള്ള ശുദ്ധിയല്ല. ഞാൻ ഈ സുവിശേഷ മുഖത്ത് ഇറങ്ങിയ സമയത്ത് പല വീടുകളിലും ഞാൻ ആത്മീയാസ്ത്രത്തിന് കടന്നു പോകുമായിരുന്നു. കൂടുതലും അമ്മച്ചിമാരുള്ള വീടുകളിലാണ് ഞാൻ കൂടുതലും കടന്നു പോകുന്നത്. കാര്യം അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പഴയ കാര്യം, ആത്മീയാസ്ത്രം, അവരെ വിവാഹം ചെയ്തു കൊണ്ടുവന്ന സമയം, അവരുടെ ആഹാര രീതി, അവർ വേവിച്ചിരുന്ന കാര്യം, അവര് മരിച്ചിന് വേവിച്ച കാര്യം, ഇതൊക്കെ പറയുന്ന അത് കേൾക്കാനൊരു സന്തോഷം. മക്കളെ, ഞാൻ മരിച്ചിന് ചെത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മൂത്ത മോൻ ഈ 1-2 സാധിച്ചിട്ട് അവിടെ കിടന്ന് വിളിക്കുകയാണ്. ഞാൻ ചെന്നപ്പോൾ കാണാം അതെല്ലാത്തിലും എന്ത് ചെയ്തോണ്ടിരിക്കുന്നത്, മെഴുകി അവനെ ഈ മരിച്ചിനി ഇട്ടിട്ട് അവനെ എടുത്തുകൊണ്ട് ഞാൻ കഴുകാൻ കൊണ്ടുപോയി. തിരിച്ചു വന്നപ്പോൾ കയ്യിൽ മലമാണോ മൂത്രമാണോ നോക്കിയില്ല. ജോലി ഭർത്താവ് ഉച്ചയ്ക്ക് വരുന്നതിന് മുമ്പേ തീക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്ത്, ആ മലത്തോടും ആ മൂത്രത്തോടും വെച്ച് മരിച്ചിനി അരിഞ്ഞു. അത് കഴുകിയപ്പോഴാണ് ഞാൻ നോക്കിയത് എവിടെയെങ്കിലും മലം ഉണ്ടോ എന്ന്. ജീവിതത്തിന്റെ വെപ്രാളമാ കാണിക്കുന്നത്. ഭർത്താവ് ഉച്ചയ്ക്ക് ജോലിക്ക് കഴിഞ്ഞിട്ട് വരുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം? ആഹാരം വെക്കണം. അതിന്റെ വെപ്രാളമാ. അതിനിടയ്ക്ക് കുഞ്ഞ് കരയാതിരിക്കാനും നോക്കണം. ഈ അമ്മച്ചി, അയ്യോ പാസ്റ്റർ വന്നിട്ട് ഒരുപാട് നേരമായി, ഞാൻ എൻ്റെ കഥകളും പറഞ്ഞിരുന്ന എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കി എടുത്ത് തേയില എന്തെങ്കിലും ചൂടാക്കി ചെറു ചൂടോടെ കൊണ്ടുവരും. ഇതിനകത്ത് അമ്മച്ചിയുടെ ചൂണ്ടുവരൽ മൊത്തം ഏതിനകത്താണ്? ഈ വെള്ളത്തിനകത്ത്. ദൂരെന്ന് കൊണ്ടുവരുമ്പോഴേ എന്നെ മനസ്സിനകത്ത് എന്താണ്? കർത്താവേ, അമ്മച്ചി പറഞ്ഞ വേസ്റ്റ് ഇതിനകത്തുണ്ടല്ലോ. അമ്മച്ചി പറഞ്ഞ വേസ്റ്റുമായിട്ടല്ലേ അമ്മച്ചി ഈ വെള്ളത്തിൽ ഇട്ടുകൊണ്ട് വരുന്നത്. നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? കുടി മക്കളെ കുടി. വാങ്ങിച്ച് അവരെ മുമ്പിൽ അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യാറുണ്ട്? അത് കുടിച്ചിട്ട് വരാറുണ്ട്. ആ അമ്മച്ചിയുടെ ഹൃദയം വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലാണ് ഈ ഒരു അനുഭവമെങ്കിൽ ആ അമ്മച്ചിയോട്, ആ അമ്മയോട്
എന്തുമാത്രം നമ്മൾ തട്ടിക്കയറും? അവർക്ക് നമ്മൾ സാന്ത്വനമാണോ കൊടുക്കുന്നത്? അതോ ചിന്തിച്ച് അതിന് നമ്മുടെ ഹൃദയത്തിനകത്ത് വിശ്വസ്തത ഉണ്ടാകണം. അതിനൊരു ലാവണ്യത വരുള്ളൂ. എങ്കിൽ നമ്മൾ പറയുന്ന വാക്കിനൊരു ലാവണ്യത വരും. മനസ്സിലായ? ലാവണ്യം വരണം. ഇതാണ് വരൻ. അതിന്റെ ലാവണ്യം അതിന്റെ അധരങ്ങളിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നോക്കണമേ, അടുത്ത 3-ാം വാക്യം എന്താ പറയുന്നത്? വീരനായുള്ളവയെ നിന്റെ വാള് അരക്കി കെട്ടണുന്നു. ഈ വീരൻ എന്ന് പറഞ്ഞ ആരാ? വീരൻ എന്ന് പറഞ്ഞ ആരാ? നിമ്രോദ് ആദ്യത്തെ നായാട്ട് വീരനായിരുന്നു, ഇല്ലേ? അവൻ ജാതികളുടെ രാജ്യങ്ങളുടെ സ്ഥാപകനായിരുന്നു നിമ്രോദ്. എന്നാൽ ദൈവമക്കളുടെ വീരൻ ആരാ? 103-ാം സങ്കീർത്തനം 20-ാം വാക്യം ഒന്ന് വായിച്ചു. അപ്പൊ വീരനാര്? അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ടിട്ട് അവന്റെ ശാസന അനുസരിക്കുന്നു. അവരാ വീരന്മാര്. ആദ്യം വചനത്തിന്റെ ശബ്ദം കേൾക്കണം. നിങ്ങൾ മനസ്സിലായ? ഇവിടെ സങ്കീർത്തനക്കാരൻ പറയണം, വരന്റെ ഹൃദയത്തിൽ എന്തുണ്ട്? ശുഭ വചനമുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ശുഭവചനം. ദൈവം ഊരി എറിഞ്ഞു കളഞ്ഞ ഒരു അപ്പൂപ്പനുണ്ട്. തന്റെ കയ്യിലെ വലത് കയ്യിലെ മോതിരമായിരുന്നിട്ട് ഊരി എറിഞ്ഞ ഒരു അപ്പൂപ്പൻ. അവന്റെ ചെറുകുട്ടിയുടെ കയ്യിൽ ദൈവം ആ മോതിരം ഇട്ടുകൊടുത്തു. ശരിയല്ല, അവന്റെ അപ്പന്റെ കയ്യിൽ മോതിരം ഇട്ടുകൊടുത്തു. എന്നിട്ട് അവന്റെ കുട്ടികളെ ക്രിസ്തുവിന്റെ വംശാവലിയിൽ കൊണ്ടുവന്നു. അപ്പൊ ഒരിക്കൽ ഊരി എറിഞ്ഞെങ്കിലും ശുഭവചനം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ തലമുറയെ ദൈവം ക്രിസ്തുവിന്റെ വംശാവലിയിൽ കൊണ്ടുവരും. അതിന് ചെറിയ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ വേദപുസ്തകം പഠിച്ചു നോക്കിയോ, അല്ലെങ്കിൽ ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശമര്യ സ്ത്രീയുടെ ഉള്ളിനകത്ത് എന്ത് ശുഭവചനം ഉണ്ടായിരുന്നു? ശമര്യ സ്ത്രീയെ കർത്താവ് തേടിപ്പോയതോ കർത്താവ് ശമര്യ സ്ത്രീയെ തേടി വന്നതോ? കർത്താവല്ലേ ശിഷ്യന്മാരോട് പറഞ്ഞ ജാതികളുടെ അടുത്ത് പോകരുതെന്ന്? മത്തായി 10:5 നിങ്ങൾ ജാതികളുടെ അടുക്കൽ, ആ കർത്താവ് ജാതികളുടെ അടുക്കൽ വന്നെങ്കിൽ എന്തിന്? ശമര്യ സ്ത്രീയിൽ എന്തുണ്ടായിരുന്നു? ഇതൊക്കെ പഠിച്ചാൽ ശുഭവചനത്തിന്റെ പ്രത്യേകത നമുക്ക് കിട്ടും. ശുഭവചനം. ദൈവം ഈ ഭൂമിയിലുള്ള ആരെയും തള്ളിക്കളയുന്നില്ല. കാരണം സകല ജഡത്തിന്റെയും ദൈവം ആരാണ്? നമ്മുടെ ദൈവം. അത് ഹിന്ദുവിന്റെ ആയിരുന്നാലും ക്രിസ്ത്യാനിയുടെ ആയിരുന്നാലും മുസ്ലിമിന്റെ ആയിരുന്നാലും ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, ഏത് ജാതിയുടെ ആയിരുന്നാലും ദൈവം നമ്മുടെ ദൈവമാണ്. പക്ഷെ നിന്റെ ഹൃദയത്തിനകത്ത് ദൈവവചനത്തിന്റെ ആജ്ഞ ഉണ്ടെങ്കിൽ അവൻ നിന്റെ തലമുറയെങ്കിലും തേടി വരും. ഇതാ വരൻ. മനസ്സിലായ? ഇതാണ് വരൻ. അവൻ തേടി വരും. ഇവിടെ 7-ാം വാക്യം പറയുന്നത് എന്താ? നീതിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം നമ്മെ അഭിഷേകം ചെയ്ത് വരനാകാൻ. ആ അഭിഷേകം ചെയ്യുമ്പോൾ ദൈവം പറയുകയാണ്, അഭിഷേകത്തിനൊരു സംസ്കാരമുണ്ട്. പറഞ്ഞോ, അഭിഷേകത്തിനൊരു സംസ്കാരമുണ്ട്. വായിച്ചിട്ടുണ്ടോ? ലേവ്യ പുസ്തകം 21:12 ആയിരം. വേഗത്തിൽ സമയം.
അഭിഷേക തൈലമായ സംസ്കാരം നിന്നിലിരിക്കുമ്പോൾ നീ എവിടെ വിട്ടിറങ്ങാൻ പാടില്ല? വിശുദ്ധ മന്ദിരം വിട്ടിറങ്ങാൻ പാടില്ല. ഇനി വധുവിന്റെ ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മളെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തത്. നമ്മൾ വിശുദ്ധ മന്ദിരം വിട്ടിറങ്ങാൻ പാടില്ല. ഇവിടെ വധു ആരാണ്? വധു ആരാണ്? എവിടെയുള്ള പെൺകുട്ടിയാണ് വധു? എവിടെയുള്ള പെൺകുട്ടി? ഈ സങ്കീർത്തനം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചവര് വലിയ ഉപകാരം. അടുത്ത ആഴ്ച ഇങ്ങനെ തന്നെ വരണം. അതിന്റെ 12-ാം വാക്യമാര്, സങ്കീർത്തനത്തിന്റെ 12. സോർ നിവാസിയാണ് വധു. ദൈവവൈതലാണോ? മന്ത്രവാദം ഉള്ളിടത്തുനിന്ന്, ദൈവമക്കളെ നിന്ദിക്കുന്ന സ്ഥലത്തുനിന്ന് ഉള്ളതാണ് പെൺകുട്ടി. എവിടെ കിട്ടിയ വരൻ? ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ദൈവവൈതൽ. വധു സീതോന്യ. ഇസബേല് വന്നു. ആരെ കൊല്ലാനാണ് അവളെ പദ്ധതി ഇട്ടത്? ഏലിയാവിനെ. നാളെ ഇതേപോലെ നിന്റെ തലയും. ഇവിടെ നിന്നുള്ളവളാണ് വധു. യോജിക്കുവോ? ഒത്തുപോകുക? എന്നാ ഒത്തുപോകും. രണ്ടുപേരെയും ഒന്നിപ്പിക്കും. ചില വിഭാഗങ്ങൾ അങ്ങനെയാണ്. അഴുക്ക് ചാലിൽ കിടക്കുന്ന വധുവിനെ, ദൈവത്തോട് ഒട്ടും ഇണങ്ങാത്ത വധുവിനെ നല്ല വരന്റെ ഭാഗത്തോട് ഒട്ടിക്കുകയാണ്. പൗലോസ് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളെ വെട്ടി ഒട്ടിക്കുന്നു. കാട്ടൊലിവായിരുന്ന നിങ്ങളെ നാട്ടൊലിവോട് ചേർത്ത് ഒട്ടിക്കുന്നു. എന്തിന്? നല്ല ഫലം കായ്ക്കാൻ. നല്ല ഫലം കായ്ക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ സ്തോത്രം, ഈ നല്ല ഫലം കായ്ക്കേണ്ടതിന് എന്ത് ചെയ്യണം? ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 12-ാം വാക്യം വായിച്ചേ. നിന്റെ മുഖപ്രസാദം തേടത്തക്ക നിലവാരത്തിൽ വധു ജീവിക്കണം. സോർ നിവാസികൾ, ഇന്നലെ വരെ അഴുക്കിൽ ജീവിച്ച, ഇന്നലെ വരെ ദൈവമില്ലെന്ന് പറഞ്ഞ് ജീവിക്കുന്ന വ്യക്തികൾ വധുവായി മാറിയ നിന്റെ മുഖപ്രസാദം കാഴ്ച വെച്ച് തേടണം. നീ അങ്ങോട്ട് പോകരുത്. നിന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞ് നിന്റെ വീട്ടിൽ വന്ന് കപ്പം തന്ന് എന്ത് ചെയ്യണം? പിടികിട്ടിയ? അടുത്ത വാക്യം, 13-ാം വാക്യം. അന്തഃപുരത്തിലെ രാജകുമാരിയായിരിക്കണം. എന്താ ഈ അന്തഃപുരം? വധുവായി മാറിയ നീ അന്തഃപുരത്തിലെ രാജകുമാരിയായി മാറണം. എന്താ അന്തഃപുരം? രാജകുമാരികൾക്ക് താമസിക്കാനുള്ള പ്രത്യേകമായിരിക്കുന്ന സ്ഥലം. എവിടെയെങ്കിലും അല്ല. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ വധുവായി മാറിയിട്ടുണ്ടെങ്കിൽ നിനക്ക് താമസിക്കാനായിട്ട് ദൈവം ഒരിടം ഒരുക്കിയിട്ടുണ്ട്. എവിടെയെങ്കിലും പോയി താമസിക്കാനല്ല. എവിടെയെങ്കിലും പോയി താമസിച്ചിട്ട് നീ അന്തഃപുരത്തിൽ വന്നാൽ സഭയുടെ നടുക്കെന്ന് ഫിനഹാസ് എണീക്കും, കുന്തമെടുക്കും, അന്തഃപുരത്തിൽ വെച്ച് നിന്നെ കുത്തിക്കൊല്ലും. നിന്റെ മരണം എവിടെ നിന്നാണ്? സഭയുടെ നടുക്കെന്നായിരിക്കും. തന്നെ സംഖ്യാപുസ്തകം അങ്ങനെയല്ലേ വായിക്കുന്നത്? അവൾ അന്തഃപുരത്തിൽ വന്നപ്പോൾ ഫിനഹാസ് സഭയിൽ നടുത്തളത്തിൽ എണീറ്റ് കുന്തമെടുത്ത് അവളുടെ ഉദരം തുളയ്ക്കുമാറ് കുത്തി. അവൾ അന്തഃപുരത്തിൽ വെച്ച് മരിച്ചു. ബാധ നിന്നു. അപ്പൊ ഈ വധു എവിടെയെങ്കിലും പെയ്യിട്ട് വന്ന് അന്തഃപുരത്തിൽ കയറിയാൽ സഭയ്ക്കകത്ത് ബാധ കയറും. അതുകൊണ്ട് വധുവിനെ എവിടെ ആക്കി? സംശയമുണ്ടോ?
ഇവിടുത്തെ ചിലരിക്കൊക്കെ ഒരു ധാരണയുണ്ട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് ആരെ കൂട്ടത്ത് വേണമെങ്കിലും ചെന്ന് കിടന്നിട്ട് നേരം വിളക്കം വൈകും വീണ്ടും സ്വന്തം വീട്ടിൽ വന്നാൽ എന്തായെന്ന്. 2:3 വായിച്ചേ. ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു. കേട്ടാ, സകല സൗന്ദര്യമുള്ള സ്ത്രീകളെയും ശേഖരിച്ച് ശൂശൻദാനിയുടെ അന്തഃപുരത്തിലാക്കി. ആരാണ് ആക്കിയത്? ഉദ്യോഗസ്ഥന്മാർ. ഉദ്യോഗസ്ഥന്മാർ സഭയുടെ ആരാ? പൗലോസ് പറയുന്നത് ആരാ? എന്റെ ഉദ്യോഗപ്രകാരം ഞാൻ ശുശ്രൂഷകനായിരിക്കുന്നു. അല്ലേ? അപ്പൊ സഭയ്ക്കകത്ത് ക്രിസ്തുവിന്റെ മണവാട്ടിയെ കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം ആർക്കുള്ളത്? ശുശ്രൂഷകർക്കുള്ളത്. മണവാട്ടിയെ കൊണ്ടുവന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഈ മണവാട്ടി, അതിന്റെ 6-ാം വാക്യം വായിച്ചേ. 9 വായിച്ച. 9. ആ യുവതിയെ അവർക്ക് ബോധിച്ചു. കൊണ്ടുവന്നപ്പോ സഭയിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്തു? ആ വധുവിനെ, സഭയിലുള്ള ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആണുങ്ങളായിരുന്നാലും സഹോദരിമാരായിരുന്നാലും എല്ലാവരെയും ആർക്ക് ബോധിച്ചു? രാജാവിനും അവിടെ ഉള്ളവർക്കും ബോധിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. സഭയ്ക്കകത്ത് വന്നപ്പോൾ അവളെ ശുദ്ധീകരിച്ചു. അവൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം കൊടുത്തു. അതിന്റെ 11-ാം വാക്യം വായിച്ചേ. അപ്പൊ വളർത്തിയ മൊർദെഖായിക്ക് സ്ഥാനം എവിടെ? എവിടെ? മുറ്റത്ത് അതോ കൊട്ടാരത്തിലോ? നമ്മളാണെങ്കിൽ പറയും നമ്മളെ വളർത്തിയതാണ്, നമുക്ക് വെള്ളം തന്നതാണ്, നമ്മൾ അങ്ങോട്ട് പോയി തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അവരെന്തൊരു കണക്ക് കൂട്ടും. നമുക്കൊരാവശ്യം വന്നാൽ വരേണ്ടവരാണ്. പക്ഷെ സ്ഥാനം യാതുവരെ ദൈവം കൊടുത്തിട്ടുള്ളൂ. കാരണം നിന്നെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞു. നിനക്ക് വേണ്ടുന്നതെല്ലാം തന്നു കഴിഞ്ഞു. നീ ഇനി അവരെ കൂട്ടത്ത് എണ്ണുന്നതല്ല. നിന്നെ പിതൃ പാരമ്പര്യത്തിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു കഴിഞ്ഞു? വെട്ടി എടുത്തു കഴിഞ്ഞു. അല്ലെ? പത്രോസ് അങ്ങനെയല്ലേ പറയുന്നു. 1 പത്രോസിന്റെ ലേഖനം 1:18, ഗലാത്യ ലേഖനം 1:14, ഉൽപ്പത്തി പുസ്തകം 12:1. ഒന്ന് വായിച്ചു നോക്ക്. പെട്ടെന്ന് ഓരോരുത്തരുടെ വായരെ. 1 പത്രോസ് 1:18. നോക്കണമേ, ക്രിസ്തുവിന്റെ രക്തത്തിൽ നിന്ന് നിങ്ങളെ പിതൃ പാരമ്പര്യത്തിൽ നിന്ന് വെട്ടിയെടുത്തു. അപ്പൊ ആ പിതാവിന് ഏതുവരെ സ്ഥാനമുള്ളൂ? മിറ്റം വരെ. ഇങ്ങോട്ടെന്തില്ല. നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശനമുണ്ടോ? ഇനി 1:14, ഗലാത്യ ലേഖനം 1:14, ഉൽപ്പത്തി 12:1. വായിരപ്പെട്ടതാ. നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വരുന്ന അവർക്ക് ഇനിയുള്ള സ്ഥാനം മിറ്റം വരെ ഉള്ളൂ. നിന്റെ അടുത്ത് വരാനുള്ള യോഗ്യത അവർക്ക്. നമ്മൾ ഇപ്പോഴും എവിടെ കിടക്കുന്നു? നീ വധുവായി, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നീ ഇപ്പോഴും എവിടെ കിടക്കുന്നു? പറ. ഇനി ഗലാത്യ ലേഖനം 1:14 വരെ. നോക്കണമേ, എതിർ പാരമ്പര്യത്തിലെ എരിവേറിയാണ് ഇപ്പോഴും നടക്കണം. നീ വധുവാ, കർത്താവിന്റെ മണവാട്ടിയാ. നീ ഇപ്പോഴും നിന്റെ അപ്പം പറയണതേ കേൾക്കൂ, നിന്റെ ബന്ധുക്കൾ പറയണതേ കേൾക്കൂ, നിന്റെ അപ്പം പറയുന്നിടത്ത് നിനക്ക് താല്പര്യമുള്ളൂ. നീ പക്ഷെ കർത്താവിന്റെ മണവാട്ടിയാണെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. നിനക്ക് എവിടെയെങ്കിലും ചെന്ന് പാർക്കേണ്ട സ്ഥലമല്ല, നിനക്കാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിനക്ക് പാർക്കാൻ കഴിയും.
പിടികിട്ടിയ? ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പാർത്തുകൊണ്ട് യാക്കോബിന്റെ ലേഖനം 1:25 പറയുന്നത്, ന്യായപ്രമാണത്തെ നീ ഉറ്റുനോക്കുന്നവളായിരിക്കണം. നിന്നെ ആക്കിയ സ്ഥലത്ത് നീ ആയിരുന്നു കൊണ്ട്, വായിച്ചോ, അതിൽ നിലനിൽക്കുന്നവളാകണം. എന്താണ്? ന്യായപ്രമാണത്തെ ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവളാകണം. ഇതാണ് വധു. അല്ലാതെ അപ്പം പറയണത് കേട്ട് അതിൽ അപ്പം പറഞ്ഞ ശരി തന്നെ, നമുക്ക് എന്ത് ചെയ്യണം? അത് ചെയ്യണം. അമ്മ പറഞ്ഞത് ശരി തന്നെ, അത് ചെയ്യണം. അല്ല, നമ്മളെ ബന്ധുക്കളെ നോക്കി, മാമൻ വന്ന് ഇന്ന് രാവിലെ ഒരു കാര്യം പറഞ്ഞ് അത് നല്ലതെന്ന് തോന്നുന്നു, അത് ചെയ്യുന്നവരാകരുത്. കാരണം നീ പിറന്നത് എവിടെ? സോറിലാണ്. നിന്നിലേക്ക് ഈ ക്വാളിറ്റി വീഴാൻ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന 11 തൊട്ട് 13 വരെ വായിച്ചേ. തീത്തോസ് 2:11 തൊട്ട്. സകല മനുഷ്യർക്കും, രക്ഷിക്കപ്പെട്ട ദൈവസഭയിൽ വന്ന സകല വധുക്കൾക്കും രക്ഷാകാരമായ ദൈവകൃപയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഉദിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ട് പ്രത്യക്ഷതയ്ക്കായിട്ട് നമ്മൾ കാത്തിരിക്കണം. അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. പോട്ടെ. എന്തൊക്കെ വർദ്ധിക്കണം? ഒന്ന് ഉറച്ചു വായിച്ചേ. ഭക്തിയോട് കൂടെ ആയിരിക്കണം. ഭക്തികേടും പ്രപഞ്ചമോഹവും വർദ്ധിക്കുന്നവരാകണം. ന്യായപ്രമാണത്തെ ഉറ്റുനോക്കി ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിക്കുന്നവരാകണം. അല്ലാതെ നിനക്ക് ചെന്ന് എല്ലാവരോടും കൂടിക്കലർന്ന് ജീവിക്കാനുള്ള അനുവാദം വധുവിന് എന്ത് ചെയ്തിട്ടില്ല? ദൈവം തന്നിട്ടില്ല. നീ എവിടെയെങ്കിലും പാർക്കേണ്ടവളല്ല, അന്തഃപുരത്തിൽ പാർക്കുന്നവളാ. അന്തഃപുരത്തിൽ പാർക്കുന്നവളാ. നിനക്കൊരു വിശുദ്ധിയുണ്ട്. നിന്റെ കുടുംബക്കാർക്ക് മിറ്റം വരെ വരാം. അതിനപ്പുറത്ത് നിന്റെ അടുക്കലേക്ക് വരാനുള്ള യോഗ്യത അവർക്കില്ല. അവർക്ക് യോഗ്യതയാകുമ്പോ അവർ വന്നോളും. മനസ്സിലായ? അവര് നിന്റെ അടുക്കൽ വരും, നീ അങ്ങോട്ടല്ല. ഞാൻ ചോദിക്കട്ടെ, എസ്തേർ മൊർദെഖായി ഉച്ചത്തിൽ കരഞ്ഞില്ലേ? കരഞ്ഞോ? എപ്പോഴേ? 4:2 എസ്തേറിന്റെ പുസ്തകം 4:2. മൊർദെഖായി കരഞ്ഞത് വായിക്കും 4:2. സംഭവിച്ചതൊക്കെ അറിഞ്ഞിട്ട് മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്തു, കൈപ്പോടെ. കാര്യം എന്തില്ല, അവന് എസ്തേറിന്റെ അടുത്ത് വരാനുള്ള അനുമതി ഉണ്ടോ? എസ്തേർ ഇപ്പൊ എവിടെ? അന്തഃപുരത്തില്. കുടുംബത്തിൽ നിന്ന് വിട്ടു. നീ ഇപ്പൊ ഇനി എസ്തേറിന്റെ അടുത്തേക്ക് നീയല്ല പോവേണ്ടത്. നിനക്ക് പോകാൻ അനുവാദവുമില്ല. എത്ര കരച്ചിലുണ്ടായാലും, എത്ര കണ്ണുനീരുണ്ടായാലും, എത്ര വേദന ഉണ്ടായിരുന്നാലും നിന്നെ ആക്കി വെച്ചിരിക്കുന്ന അന്തഃപുരം വിട്ട് നിനക്ക് പുറത്തു പോകാനുള്ള വ്യവസ്ഥയില്ല. നമ്മളാണെങ്കിൽ അയ്യോ, അമ്മാവന്റെ വീട്ടിൽ എന്ത് നടന്നത്, കൊച്ചപ്പന്റെ വീട്ടിൽ എന്ത് നടന്നത്, എന്റെ ഭർത്താവിന്റെ അനിയനാണ്, അവിടെ നടന്ന കാര്യം തിരക്കിയില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും? ഉടനെ ഇവിടെ നിന്ന് എഴുതി ജോലി ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം ഇട്ടിട്ട് ഒരൊറ്റ. എസ്തേർ അത് ചെയ്തില്ല. അടുത്ത വാക്യം, അവന് ഏതുവരെ വരാം? പടിവാതിലോളം വരാം. അകത്തോട്ട് പ്രവേശനം ഇല്ല. വായിച്ച
വസ്ത്രം കൊടുത്തയച്ചത് വായിച്ചേ. ആര് വന്നറിയിച്ചു? ബാല്യക്കാരത്തികൾ, അവളെ ശുശ്രൂഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ബാല്യക്കാരത്തികളും അവളെ കാവൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന ഷണ്ണന്മാരും വന്ന് എസ്തേറിനോട് പറഞ്ഞു. എന്നിട്ട് എസ്തേർ പോയോ? 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 നീ വധു തന്നെ, കർത്താവിന്റെ മണവാട്ടി തന്നെ, നീ പോകുമോ? ഇനി മണവാട്ടി തന്നെ. ഇപ്പൊ സംശയമായല്ലേ, മണവാട്ടി തന്നെയോ ഇല്ലയോ എന്ന് സംശയമായി. ഇനി 11 എസ്തേറിന്റെ പുസ്തകം 2:11 വായിച്ചു. രണ്ട് 2:11 കണ്ടാ? എസ്തേർ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എസ്തേറിന്റെ കുടുംബക്കാരനായിരിക്കുന്ന മൊർദെഖായി എന്ത് ചെയ്തു? ദൂരെ കൂടെ അവളെ സുഖവിശേഷങ്ങള്. ഇത് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മളെ കുടുംബക്കാർക്കുണ്ട്. അല്ലാതെ നീയല്ല അവരുടെ വിശേഷങ്ങൾ തിരക്കിക്കൊണ്ട് നടക്കേണ്ടത്. നീ കർത്താവിന്റെ മണവാട്ടിയാ, നീ കർത്താവിന്റെ മണവാട്ടി.